ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ അധിനിവേശത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള അധിനിവേശം നടത്തുമ്പോൾ, അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ ജീർണതകൾ നമ്മുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മനുഷ്യ മനസ്സുകളിലേക്ക്, അതുപോലെ തന്നെ അടുക്കളയിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലേക്കും അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ, ഫാഷിസം കൊമ്പുകോർത്തുകൊണ്ടിരിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഇതിനെതിരെ ജാഗ്രതയായി നിലകൊള്ളേണ്ട മതസംഘടനകൾ യഥാർത്ഥത്തിൽ മനുഷ്യനൊരു വിഷയവുമില്ലാത്ത ജിന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗതികേടിലെത്തിപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശിർക്കുകൾക്കെതിരെ പോരാട്ടം നടത്തി അവസാനം ശിർക്കൻ താല്പര്യത്തിൽ വരെ, കാഴ്ചപ്പാടുകളിൽ വരെ ഇവർ എത്തിപ്പെടുന്നു എന്നതും വല്ലാത്ത ദുര്യോഗമാണ്. വാഹനം ഓടിക്കുന്നുവോ നിങ്ങൾ? അങ്ങനെ വാഹനം ഓടിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? അല്ലയല്ല കൂട്ടരെ, അത് ജിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. ഈ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ട് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മക്കൾ ഇത്തരം CD കേട്ട് കുട്ടികൾക്ക് തോന്നിപ്പോകുന്നു. അവസാനം കുട്ടികൾ വിലയിരുത്തുന്നു, ഇന്ത്യ തോറ്റത് ജിന്ന് കാരണമാണ് പോലും. കാരണം എങ്ങനെയാണ് തോൽക്കാതിരിക്കുക? ഈ പറയപ്പെട്ട രീതിയിൽ ജിന്ന് എല്ലായിടത്തും നിലയുറപ്പിച്ചപ്പോൾ ടെണ്ടുൽക്കറിന് സിക്സർ അടിച്ചിട്ട് പോകുന്നില്ല, മുട്ടി നിൽക്കുകയാണ്, ജിന്ന് തടയുകയാണ് പോലും. ഈ അർത്ഥത്തിൽ വരെ അഥവാ വളരെ ബാലിശമായ, അതുപോലെ തന്നെ ആകാശത്തിനും ഭൂമിയിലും മനുഷ്യരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന, ആകാശഭൂമിക്കിടയിൽ മനുഷ്യൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ എന്നിട്ട് അതിലേക്ക് ഞങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ദീനിനെയല്ല പ്രതിനിധാനം ചെയ്യുന്നത്. മറിച്ച് പൗരോഹിത്യ മതത്തിന് പകരം വിമോചനപരമായ പ്രവാചക മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായി എണീറ്റു നിൽക്കുവാനുള്ള കരുത്താണ് ഇസ്ലാമിക പ്രസ്ഥാനം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സഹകാരികളാകുവാനും സഹയാത്രികരാകുവാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുമനസ്സോടുകൂടി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും വിപ്ലവാഭിവാദ്യങ്ങൾ നിന്നുകൊണ്ട് ഞാൻ